Mental illness affects millions of people worldwide, and it is one of the leading causes of disability. In this documentary, we will explore the complexities of mental illness and how it affects individuals, families, and society as a whole. Mental illness is a term used to describe a wide range of conditions that affects a person's mood, thinking, and behavior. These conditions can range from anxiety and depression to more severe disorders such as schizophrenia and bipolar disorder. സ്ഥിരമായി നമുക്കുള്ളൊരു ചോദ്യമാണ് എന്താണ് ഈ മാനസിക രോഗം എന്നുള്ളത്. സൈക്യാട്രി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മാനസിക രോഗം മാത്രം ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല. മാനസിക ആരോഗ്യമാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ, ഞാൻ ഡോക്ടർ ടോണി. ഞാൻ ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ കോട്ടയം ജില്ലയുടെ നോഡൽ ഓഫീസറാണ്. അതോടൊപ്പം തന്നെ ജനറൽ ആശുപത്രിയിലെ സൈക്യാട്രിസ്റ്റും കൂടെയാണ്. മാനസിക അസുഖങ്ങൾ എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് നമുക്ക് ഒത്തിരി പ്രവർത്തനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഞരമ്പിൻ്റെ പ്രവർത്തനങ്ങൾ, ന്യൂറോ ട്രാൻസ്മിറ്റർ, ഇതുപോലത്തെ പല ഞരമ്പിൻ്റെ ഫങ്ഷനിങ്ങിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ കൂടുമ്പോൾ കുറയുമ്പോഴാണ് പ്രധാനമായിട്ടും നമുക്ക് മാനസിക അസുഖങ്ങൾ വരുന്നത്. ഇതിലേക്ക് വഴിവെക്കാനായിട്ടുള്ള പല റിസ്ക് ഫാക്ടറുകളും ഉണ്ടാവാം. ജീവിതത്തിൻ്റേതായ സ്ട്രെസ്സുകൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക അസുഖങ്ങൾ, ക്യാൻസർ, ഡയബറ്റിസ്, ഇതുപോലത്തെ പല അസുഖങ്ങളും, എൻഡോക്രൈൻ അസുഖങ്ങൾ, ഇതുപോലത്തെ അസുഖങ്ങളൊക്കെ നമുക്ക് മാനസിക അസുഖങ്ങളിലേക്ക് വഴിവെക്കാം. കുടുംബ പശ്ചാത്തലമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും പറയേണ്ടത്. അതിൽ നമുക്ക് പല അസുഖങ്ങളുടെയും ഒരു റിസ്ക് ഫാക്ടറായിട്ട് പറയപ്പെടുന്നത് കുടുംബ പശ്ചാത്തലമാണ്. കുടുംബത്തിലുള്ള ഓരോ പ്രശ്നങ്ങളും അതിനെ തുടർന്നുള്ള ഇഷ്യൂസ്. Yeah, I think waking up was tough because I didn't want to face a day. I told myself to allow myself to feel it, to accept it. I think you have to reach a place of acceptance of the fact that it's okay to feel that way instead of beating yourself up about it. A lot of people also aren't even aware that they have anxiety. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. വിഷാദ രോഗം വരുന്നത് പ്രധാനമായിട്ടും ഡോപ്പമിൻ, സെറോട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ എന്നീ ദ്രാവകങ്ങൾ കുറഞ്ഞു പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഈ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറാണ്. നമ്മളിപ്പം റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നു, നമ്മൾ റെഗുലറായിട്ട് ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യുന്നു, മാനസിക ഉല്ലാസങ്ങൾ നമ്മൾ പീരിയോഡിക്കലായിട്ട് എടുക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ മൂന്ന് ദ്രാവകങ്ങൾ, ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കുറഞ്ഞു പോവാതിരിക്കാനുള്ള ഒരു കാരണമാണ് ഈ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറി ഒരു സെഡൻറ്ററി ഹാബിറ്റിലേക്ക് മാറുമ്പോഴും അമിതമായ സ്ട്രെസ്സിലേക്ക് നമ്മളെ തന്നെ എക്സ്പോസ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മൾ ടോട്ടലി മെൻ്റൽ ഹെൽത്തിനെ ഇഗ്നോർ ചെയ്യുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രൊട്ടക്റ്റീവ് ഫാക്ടർ പോകുന്നത് കൊണ്ടാണ് പ്രധാനമായിട്ട് നമ്മൾ ഡിപ്രഷനിലോട്ട് പോകുന്നത്. നമ്മളെപ്പോഴും പറയുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ പ്രധാനമായിട്ടും പറയുന്നത് സ്ലീപ്പ് ഹൈജീനാണ്. സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യസമയത്ത് കിടക്കുക, കൃത്യസമയത്ത് എഴുന്നേൽക്കുക, അതോടൊപ്പം തന്നെ 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുക, പകൽ സമയത്ത് ഉറങ്ങാതിരിക്കുക, പകൽ സമയത്ത് എന്തെങ്കിലും ക്രിയേറ്റീവ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുക. ഇതൊക്കെയാണ് സ്ലീപ്പ് ഹൈജീനിൽ വരുന്നത്. ഇത് മാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സ്ലീപ്പ് ഹൈജീനിൽ വരുന്നുണ്ട്. സ്ലീപ്പ് ഫൗണ്ടേഷൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതൊന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ ഏവർക്കും അത് ഗുണം ചെയ്യും. പ്രത്യേകിച്ച് നമ്മളൊക്കെ ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങാൻ നേരം മൊബൈൽ നോക്കുന്നു. ഇത് തന്നെ നമ്മുടെ സ്ലീപ്പ് ഹൈജീൻ, സ്ലീപ്പിൻ്റെ ആ സൈക്കിളിനെ ഇമ്പയർ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ പറയുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. Fortunately, there are many treatment options available for those who are struggling with mental illness. These include therapy, medication, and lifestyle changes. While not everyone will respond to the same treatments, it is important that individuals work with their healthcare providers to find the treatment plan that works best for them. As a society, we have a responsibility to support those who are struggling with mental illness. This can include
creating more mental health resources, reducing stigma surrounding mental illness, and advocating for policies that support mental health. It's also important that we all work to create a culture of empathy and understanding for those who are struggling with mental illness. മാനസിക രോഗം മൂലം ഇവിടെ വന്നിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അപ്പോൾ അവരെങ്ങനെയാണ് സാർ കൈകാര്യം ചെയ്യുന്നത്? ലൈക്ക് അവരെ നമ്മൾ തെരുവിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഉടനെ തന്നെ സൈക്കാട്രി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും, ചികിത്സിച്ച് നല്ലൊരു ശതമാനം സുഖമായി കഴിയുമ്പോഴത്തേനും അവിടുത്തെ ഡോക്ടർമാർ നിർദ്ദേശപ്രകാരം ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ വരുമ്പോൾ നമ്മൾ MSWക്കാരുണ്ട്, നമ്മൾ അവരെ ഒത്തിരി സ്നേഹിക്കും. സ്നേഹത്തിൻ്റെ മുമ്പിൽ എല്ലാം കീഴടങ്ങിപ്പോകും. ആനയെ എങ്ങനെയാണ് കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് കൊച്ചു മനുഷ്യൻ കൊണ്ട് അടങ്ങുന്നു. നമ്മുടെ സ്നേഹത്തിൻ്റെ അത് കളങ്കമില്ലാത്ത സ്നേഹമായിരിക്കണം, ശുദ്ധമായ സ്നേഹമായിരിക്കണം എന്നുള്ളതാണ്. സാറിൻ്റെ പേര് കൂടി ഒന്ന്. എൻ്റെ പേര് നവജീവൻ തോമസ് ചേട്ടൻ എന്നൊക്കെ പറയും. അത് നവജീവൻ ട്രസ്റ്റിൻ്റെ മാനേജിങ് ട്രസ്റ്റിയാണ് ഞാൻ. നവജീവൻ ട്രസ്റ്റിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാനാണ് നിങ്ങളൊക്കെ വന്നത്. നവജീവൻ ട്രസ്റ്റ് ഇപ്പോഴ് കോട്ടയം മെഡിക്കൽ കോളേജ്, കുട്ടികളുടെ ആശുപത്രി, ജില്ലാ ആശുപത്രി, ആയുർവേദ ആശുപത്രിയിലൊക്കെ ആയിട്ട് ദിവസം 7 പ്രാവശ്യം 5000 ആളുകൾക്ക് നല്ല ചോറും കറിയും ചൂടുവെള്ളവും വെച്ച് വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിനായിട്ട് 1,55,000 രൂപയും 54 പേരുടെ പരിശ്രമം വേണം. വെളുപ്പിനെ 4 മണി മുതൽ പരിശ്രമിച്ചെങ്കിലേ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുമായിട്ട് ഈ ആശുപത്രിയിലെ ഭക്ഷണം എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ അനാഥരായ കിഡ്നി രോഗികൾ, മാനസിക രോഗികൾ, ക്യാൻസർ രോഗികൾ, പ്രായമുള്ളവരെല്ലാം ഇവിടെ കഴിയുന്ന ഒരു 300ഓളം പേര് ഇവിടെ കഴിയുന്നുണ്ട്. അവർ ജീവിതകാലം മുഴുവൻ നമ്മൾ സംരക്ഷിക്കണം. അവർക്ക് എല്ലാ നേരത്തെ ആഹാരം, മരുന്ന്, പരിശോധനകൾ, ചികിത്സയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. Despite the prevalence of mental illness, it remains stigmatized in society. This stigma can prevent people from seeking the help they need and can lead to discrimination and social isolation. It is important that we work to break down these stigmas and create a culture of understanding and acceptance. സമൂഹം ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് നമ്മൾ അവകാശപ്പെടുമ്പോഴും അത്ര അഡ്വാൻസ്ഡ് ഒന്നുമല്ല. കേരളം ഒട്ടുമേ അഡ്വാൻസ്ഡ് അല്ല. കാര്യം മെൻ്റൽ ഇൽനെസ് എനിക്കുണ്ട് എന്ന് ധൈര്യമായിട്ട് പറയുന്ന ഒരു കാലം വരുമ്പം മാത്രമേ നമ്മുടെ സമൂഹം അഡ്വാൻസ്ഡ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. കാര്യം ആ ഡിസ്ക്രിമിനേഷൻ ഇപ്പോഴും ഉണ്ട്, സ്റ്റിഗ്മ ഉണ്ട്. ഇപ്പോൾ എൻ്റെ OPയിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞ ഒരാളോട് മറ്റൊരാൾ വേറൊരു ഡോക്ടർ, വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ റെഫർ ചെയ്ത് വിട്ടാൽ ഇവിടെ വരത്തില്ല. ഇവിടെ വരാനൊരു മടിയാണ്. തീരെ ഗത്യന്തരമില്ലെങ്കിൽ മാത്രമേ അവർ ചികിത്സയ്ക്കായിട്ട് ഇവിടെ വരാറുള്ളൂ. അതിൻ്റെ അർത്ഥം തന്നെ നമ്മുടെ സ്റ്റിഗ്മയാണ്. മറ്റുള്ളവർ കാണുമോ, മറ്റുള്ളവർ നമ്മളെ നോട്ടീസ് ചെയ്യുമോ എന്നുള്ള ആ സ്റ്റിഗ്മ, ആ ഒരു അപകർഷതാബോധം ഡെഫിനറ്റ്ലി നമ്മുടെ സമൂഹത്തിലുണ്ട്. സമൂഹം മാറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. സമൂഹം മാറേണ്ട ഒരു അവസ്ഥയുണ്ട്. കാരണം സമൂഹം മാറിയില്ലെങ്കിൽ ഇവർ ഒറ്റപ്പെട്ടു പോകും. ഇവരിൽ നിന്ന് കിട്ടേണ്ട പ്രൊഡക്ടിവിറ്റി, രാജ്യത്തിന് കിട്ടേണ്ട ഒരു പ്രൊഡക്ടിവിറ്റി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്.